യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശയും സന്തോഷവും നിറയ്ക്കട്ടെ. ദുഃഖവെള്ളിയുടെ ത്യാഗനിർഭരമായ ഓർമ്മയിൽ പശ്ചിമ ബംഗാളിലും രാജ്യത്തെമ്പാടുമുള്ള സഹോദരി സഹോദരന്മാർക്ക് ദുഃഖവെള്ളിയുടെ സന്ദേശം പകർന്നു നൽകി ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ്. ഈസ്റ്റർ ഞായറാഴ്ചയിലേക്കുള്ള യാത്രയിൽ ദുഃഖവെള്ളിക്ക് വലിയ പ്രാധാന്യമുണ്ട്. യേശുവിന്റെ പീഡാനുഭവങ്ങളും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും സഹനം, ക്ഷമ, സേവനം, മനുഷ്യരാശിയോടുള്ള അവന്റെ നിത്യസ്നേഹം എന്നിവയെ ഉയർത്തിക്കാട്ടുന്നു. ആത്മീയ നവീകരണത്തിനും ആത്മപരിശോധനയ്ക്കുമുള്ള അവസരമാണ് ദുഃഖവെള്ളി. കുരിശുമരണത്തിന് മുൻപ് യേശു അന്ത്യത്താഴം കഴിച്ചു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള യേശു ക്രിസ്തുവിന്റെ നിത്യതയിലേക്കുള്ള സന്ദേശമായിരുന്നു അത്. എന്തെന്നാൽ അവസാനത്തെ അത്താഴവേളയിൽ അപ്പം മുറിക്കുമ്പോൾ യേശു പറഞ്ഞു, "എടുക്കൂ, ഭക്ഷിക്കൂ, ഇതെന്റെ ശരീരമാണ്." പിന്നെ ഒരു പാനപാത്രം വീഞ്ഞു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, "ഇത് അനേകർക്കു വേണ്ടി പാപമോചിതനായി ചൊരിയപ്പെടുന്ന ഉടമ്പടിയുടെ രക്തമാണ്." യേശു തന്റെ ശിഷ്യന്മാർക്ക് ഒരു പുതിയ കൽപ്പന നൽകി. "നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് എല്ലാവരും അറിയും." ഇത് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രാധാന്യം ഊന്നി പറയുന്നു. എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമെന്ന് തെളിയിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് പ്രത്യാശ നൽകട്ടെ. ഈ ദുഃഖവെള്ളി നിങ്ങൾക്ക് സമാധാനം, ചിത്തന നവീകരണവും നൽകട്ടെ. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശയും സന്തോഷവും നിറയ്ക്കട്ടെ. ത്യാഗത്തിന്റെയും നിസ്വാർത്ഥതയുടെയും ആത്മാവ് നമ്മുടെ യാത്രയിൽ നമ്മെ നയിക്കട്ടെ എന്നും അദ്ദേഹം സന്ദേശത്തിൽ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ബംഗാളിൽ ഇപ്പോഴും കലുഷിതാവസ്ഥ തുടരുകയാണ്. ഇതിനിടയിൽ വഖഫ് നിയമത്തിനെതിരായ കലാപം പൊട്ടിപ്പുറപ്പെട്ട മുർഷിദാബാദിലേക്ക് സന്ദർശനം നടത്താൻ വേണ്ടി ഒരുങ്ങുകയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഗവർണറായ CV ആനന്ദ് ബോസ്. കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നതും. അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ കാണാൻ ഞാൻ വ്യക്തിപരമായി ആ സ്ഥലത്തേക്ക് പോവുകയാണ്. വിഷയത്തിൽ ഞാൻ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുമെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ തടയാൻ നാം കൂടുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും ഞാൻ തീർച്ചയായും മുർഷിദാബാദ് സന്ദർശിക്കും. അവിടെ ഒരു BSF ക്യാമ്പ് സ്ഥാപിക്കുമെന്ന് പ്രദേശത്തെ ജനങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം CV ആനന്ദ് ബോസിനോട് പ്രദേശമായ മുർഷിദാബാദ് ജില്ലയിലേക്കുള്ള യാത്ര മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി. സ്ഥിതിഗതികൾ ക്രമേണ സാധാരണ നിലയിലേക്ക് മടങ്ങിയേക്കുവാനും ആത്മവിശ്വാസം വളർത്തുന്നതിനായുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നാണ് മമത പറയുന്നത്. പ്രദേശവാസികൾ അല്ലാത്തവർ ഇപ്പോൾ മുർഷിദാബാദ് സന്ദർശിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിശ്വാസം വളർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതിനാൽ തന്നെ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കാൻ ഞാൻ ഗവർണറോട് അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് എന്നും മമത പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.